കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണനത് ആ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്ക് കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണന് ഇന്ന് പള്ളിവേട്ട ദിവസമാണ്. യശോദമ്മ അണിയിച്ചൊരുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഉണ്ണി ഇന്ന് പള്ളിവേട്ടയാണ് ഉണ്ണിക്ക്, അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പള്ളിവേട്ടയ്ക്കെല്ലാം പോകാനെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ മനസ്സൊരു മന്ദസ്മിതം. ആ മന്ദസ്മിതം ഇതാ പുറത്തുള്ള ഭക്തന്മാർക്ക് എല്ലാവർക്കും ശരിക്കും കാണാൻ പറ്റും. ഇന്ന് യശോദമ്മ അതിഗംഭീരമായിട്ടാണ് പൊന്നുണ്ണിക്കണ്ണനെ അലങ്കരിച്ചിരിക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ മേൽക്കാതും കീഴ്ക്കാതും കുത്തി ഈ 2 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും വീതി കൂടിയ 2 സ്വർണ്ണമാലകളും ചാർത്തിയിരുന്നു. 2 കൈയിൻ്റെ ചുമലിൽ ഓരോ ഗോപി തിലകങ്ങൾ, സ്വർണ്ണത്തിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വലത് കൈയിൽ ഓടക്കുഴലുണ്ട്, കദളിപ്പഴമുണ്ട്. അങ്ങനെ ആ സ്വർണ്ണ കിരീടത്തിന്മേലോ 2 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. പൊന്നുണ്ണിക്കണ്ണൻ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ രൂപത്തിലാണ് ഭക്തജനങ്ങളെല്ലാവരും കാണുന്നത്. ഭക്തജനങ്ങൾക്കോ അതീവ സന്തോഷത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ അണിയിച്ചൊരുക്കുന്ന ആ ഭംഗി, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഒരു തേജസ് അതാ നമ്മുടെ മനസ്സിലേക്കൊക്കെ അങ്ങോട്ട് ആവാഹിക്കണു. അവർ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി അതാ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ആ പൊന്നുണ്ണിക്കണ്ണനെ വാരിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ആ ഒരു വ്യഗ്രതയിലാണ് ചെയ്യുന്നത്. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണനെ ഒന്നെടുത്തു എന്ന് സങ്കല്പിച്ച് ഒരു മുത്തം കൊടുത്തു എന്ന് സങ്കല്പിച്ച് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം, ആ സച്ചിദാനന്ദ കട്ടയെ ഒന്ന് വാരിയെടുക്കാൻ നമുക്കും മോഹമുണ്ടാവില്ലേ? എല്ലാവരും ആ സുന്ദര രൂപം മനസ്സിൽ വിചാരിച്ചോളൂ. നല്ലപോലെ മനസ്സിൽ വിചാരിക്കുക. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും കദളിപ്പഴവും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിൽ നല്ലപോലെ വിചാരിക്കുമോ? നല്ലപോലെ വിചാരിച്ചോളൂ. പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരും, അതുറപ്പാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് മനസ്സാൽ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംസാരിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവും, അത് ഉറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടു കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പൊന്നുണ്ണിക്കണ്ണൻ അത് കേൾക്കും, കേൾക്കാതിരിക്കാൻ പറ്റില്ല. പൊന്നുണ്ണിക്കണ്ണൻ ആശ്രിത വത്സലനാണ്. നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി സ്നേഹവുമായി പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും, അത് ഉറപ്പാണ്. എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഉറക്കെ 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 ജപിച്ചോളൂ ഈ മന്ത്രം. അതിൻ്റെ ഗുണം ഭഗവാൻ നമുക്ക് തരും, അപ്പുറപ്പാണ്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുത്ത് ഉപാസിപ്പിക്കണം.
കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ജപിച്ചു തുടങ്ങിക്കോളൂ. നാമത്രയ മന്ത്രത്തിന് അത്രയധികം ശക്തിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസിക്കുക കൂടി വേണം. ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഉപാസിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ.